ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമ്മി മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഫി റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ ഉണ്ടാക്കുന്ന കോഫി പോലെയല്ല, ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നിങ്ങൾ ഉറപ്പായും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് കോഫി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുക്കുക. അതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ കോഫി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാതെ തന്നെ നിങ്ങളെടുത്ത പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ പാലാണോ മിൽക്ക് പൗഡർ ആണോ ഏതാണ് എടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കട്ടി നിങ്ങളുടെ കോഫിക്ക് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്കിലാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ കോഫി കുടിക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം തിക്ക് വേണ്ട എന്നുള്ളവർക്ക് 4 ടേബിൾ സ്പൂണിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ യൂസ് ചെയ്താലും മതിയാകും. അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ജസ്റ്റ് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടകൾ കംപ്ലീറ്റ് ആയി മാറണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അമൂല്യയുടെ മിൽക്ക് പൗഡർ എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ചൂട് ഉള്ള ഇതിൽ അമൂല്യയുടെ പൊടി ഇടുകയാണെങ്കിൽ അത് കറക്റ്റ് ശരിയാവില്ല. ഇങ്ങനെ ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു, മീഡിയത്തിലോട്ട് വെച്ചു ഫ്ലെയിം. എന്നിട്ട് ഇത് തിളക്കാൻ അനുവദിക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി ഒന്നുമല്ല എടുത്തിട്ടുള്ളത്, സാധാരണ കോഫി പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. തരിയുള്ള കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1.5 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്ലെയിം മീഡിയം ടു സിം അതിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഒരു 3 മിനിറ്റെങ്കിലും നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 ചെറിയ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞില്ല, ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഒരു ചെറിയ പീസ് പട്ടയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും കോഫി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കോഫി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഷുഗർ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് കോഫി ഉണ്ടാക്കി നോക്കണം, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്